وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. إذ كنت للقادر المختار عبدا أطاع، أعطاك من قدرة ما شئت من مستطاع، فأنت مقتدر في خلقه ومطاع، أنت الوكيل له يا محيي الدين. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ, അവർക്ക് ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം അള്ളാഹുവിനെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി പരിശുദ്ധ ദീനിന് വേണ്ടി തുല്യതയില്ലാത്ത രൂപത്തിൽ സേവനം ചെയ്ത് വ്യക്തിജീവിതത്തിൽ വിശുദ്ധിയും മറ്റുള്ളവർക്ക് മാർഗദർശനമാകുന്ന രൂപത്തിലുള്ള നല്ല സംസാരവും സുഹൃതങ്ങളും ജീവിതത്തിൽ നിറച്ചു വച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ സ്ഥാന ബഹുമാനങ്ങൾ നൽകി. ഔലിയാക്കളിൽ ഏറ്റവും ഒന്നാമത്തെ ആളായി പരിഗണിക്കപ്പെടുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അമലിൻ്റെ വിഷയത്തിൽ, കർമ്മത്തിൻ്റെ വിഷയത്തിൽ മറ്റു സ്വഹാബിമാരെക്കാൾ കൂടുതൽ മുൻപന്തിയിലാണ്. ഹദീസിൽ കാണാം, മദീനത്തെ പള്ളിയിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമൻ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് നോമ്പ് നോറ്റിരിക്കുന്നത്? മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സദസ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. നമ്മളെല്ലാവരും ഏറ്റവും അധികം പള്ളിയുമായി ബന്ധപ്പെടേണ്ട ഒരു നേരവും അതാണ്, മഗ്രിബിനല്ല. മഗ്രിബിനേക്കാളും കൂടുതൽ പവിത്രതയും ബഹുമാനവും ശ്രേഷ്ഠതയും ഉള്ളത് സുബ്ഹിക്കാണ്. ജമാഅത്തുകളിൽ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്താണ് സുബ്ഹിൻ്റെ ജമാഅത്ത്. അപ്പം നാനാഭാഗങ്ങളിൽ നിന്ന് സ്വഹാബിമാർ മദീന പള്ളിയിലേക്ക് എത്തും. ആ വലിയ സദസ്സിൽ തങ്ങളെ ഒരു ചോദ്യം, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ് നോമ്പുള്ളത്? ഒരാൾ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചോദ്യം ഇന്നലെ ആണെങ്കിൽ എനിക്കും എഴുന്നേൽക്കാമായിരുന്നു. സുന്നത്ത് നോമ്പാണ്, ഫർദ് നോമ്പാണ്, പിന്നെ എല്ലാവരും എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത്രയും
സൂക്ഷിച്ച് ഒരു ഇബാദത്ത് ചെയ്യുന്ന അവരെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഔലിയാക്കളെ കൂട്ടത്തിൽ ലോകത്ത് ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നത് അവരാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാൻ. നമ്മൾ വെള്ളിയാഴ്ച കേൾക്കാറുണ്ട് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ അല തഹ്ഖീഖ്. മനുഷ്യരിൽ അംബിയാഇന് ശേഷം ഏറ്റവും സ്ഥാനവും ശ്രേഷ്ഠതയുമുള്ള മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് ഞങ്ങൾ ചോദിച്ചു, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? ഒരു രോഗിയെ സന്ദർശിച്ചത് ആരാണ്? സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല, അതിനു മുമ്പാണ്. അതിനും എഴുന്നേറ്റ് നിന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചാണ് പള്ളിയിലേക്ക് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലോ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ കുടുംബത്തിലോ ഒരാൾക്ക് രോഗമായി എന്നറിഞ്ഞാൽ നമ്മളെ മനസ്സങ്ങനെ ആഗ്രഹിക്കും, ഒന്ന് പോയി കാണണം, പോയി കാണണം, പോയി കാണണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന് ഞാൻ പോകാൻ കരുതിയിരുന്നു എന്ന്. അതൊരു വെറുതെ ഒരു പറച്ചിലാണ്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഇത്രയും കാലം കടന്നിട്ട് ഹോസ്പിറ്റലിലായിട്ടും വീട്ടിലായിട്ടൊന്നും ഇടക്കിടക്ക് പോയി നോക്കേണ്ട നീ എല്ലാ ദിവസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങളിൽ പതിവായി ചെയ്യുന്ന ഒരു സുഹൃതമാണ് രോഗസന്ദർശനം. റമളാനു ഷരീഫിലെ അവസാനത്തെ 10 മാത്രമേ അതിന് ഒഴിവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് മനസ്സിങ്ങനെ കറക്കി നോക്കിയാൽ മറ്റേ കുടുംബത്തിൽ അവിടെ ആൾ രോഗിയെ കിടക്കുന്നുണ്ട്, ഇതുവരെ പോയിട്ടില്ല. 2 വീടപ്പുറത്ത് അയൽക്കാരൻ രോഗിയെ കിടക്കുന്നുണ്ട്, പോയിട്ടില്ല. നമ്മുടെ കൂടെ പഠിച്ച ഒരു സതീർത്ഥ്യൻ രോഗിയായി കിടക്കുന്നുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഒരു രോഗിയെ കാണാൻ വേണ്ടി ഒരാൾ പോയാൽ, വീട്ടിൽ നിന്ന് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്ക് മുകളിലൂടെ അയാളെ വീക്ഷിക്കുന്ന മലക്കുകൾ പറയും, നീ വിശുദ്ധനായി, നിന്റെ നടത്തം ലാഭകരമായി, സ്വർഗത്തിൽ നീ ഒരു വീട് ഒരുക്കി. രോഗിയെ കാണാൻ പോകുന്നതിന് ഇത്രമാത്രം വലിയ മഹത്വമാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും ശിഫ നൽകുമാറാകട്ടെ. ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് രോഗിയെ സന്ദർശിച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനാണ്. സ്വഹാബത്ത് ചോദിച്ചു, സദസ്സ് സമാപിച്ച ശേഷം, നിങ്ങൾ ആരെയാണ് ഇന്ന് സന്ദർശിച്ചത്? ഞങ്ങളൊക്കെ പള്ളിയിലെത്തിയിട്ട് പള്ളിയിൽ നിന്ന് പിരിയുമ്പോൾ അന്യോന്യം പറയും, മറ്റേയാൾക്ക് സുഖല്ല, മറ്റേയാൾക്ക് സുഖല്ല. അപ്പൊന്ന് പോയി നോക്കും. ഇത് സുബഹി നിസ്കാരത്തിന് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആരെയാണ് സന്ദർശിച്ചത്? മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ വാതിലിൻ്റെ അടുത്ത് വന്ന് ഭാര്യ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് സുഖമില്ല. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ അവിടെ ഒന്ന് കയറി, എന്നിട്ട് മഹാനവറുകളെ ഒന്ന് കണ്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു. ഇതാണ് സത്യത്തിൽ കഠിനാധ്വാനം എന്ന് പറയുന്നത്. അമലുകളെ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, ആ സദസ്സിൽ ആരുമില്ല, ഒരാൾ മാത്രമേ രോഗിയെ സന്ദർശിച്ചുള്ളൂ. അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ സ്വഹാബത്ത് കുറച്ചുകൂടി അത്ഭുതപ്പെട്ടു പോയി. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത് ആരാണ്? സാധുവിന് ഭക്ഷണം കൊടുക്കണേ നിസ്കാരം കഴിഞ്ഞ് പകലൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ആളെ കണ്ടാ കൊടുക്കും. അതിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ഭക്ഷണം കൊടുത്തത്? മഹാനുഭാവൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബാപ്പ പള്ളിയിലേക്ക് വരുമ്പോൾ മക്കളും കൂടെയുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ബാപ്പമാര് പള്ളിയിലുണ്ട് പലരും, പക്ഷേ മക്കൾ ഉറങ്ങുകയാണ്. അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കുറവാണ്. നമ്മൾ പോകുന്ന എല്ലാ നല്ല മേഖലയിലും അവരെ കൊണ്ടുപോകണം. പ്രാർത്ഥനാ മജ്‌ലിസ് ഉണ്ടോ അവിടെയും കൊണ്ടുപോകണം. നിങ്ങൾ നോക്ക്, സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ മക്കൾ ജനിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 100 മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. 1, 2 അല്ല, 100 മക്കളെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മക്കളെ മുഴുവനും ഇടക്കിടക്ക് മഹാനവറുകൾ കൊണ്ടുപോകുന്ന ഒരു മജ്‌ലിസാണ് മജ്‌ലിസു ഖത്മിൽ ഖുർആൻ. ഖുർആൻ ഖത്മു തീർക്കുമ്പോഴുള്ള ദുആ,
ഉത്തരം കിട്ടുമെന്നതിൽ തർക്കമില്ല, സന്ദേഹമില്ല, സംശയമില്ല. ആ ദുആന്റെ മജ്ലിസിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു പോകുമ്പോ മക്കളെയും പിന്നാലെ കൊണ്ടുപോകുന്നു. ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മൾ പോകുന്ന നല്ല വഴിയിൽ നമ്മളെ മക്കളെയും കൈപിടിച്ചു കൊണ്ടുപോകണം, പരിശീലിപ്പിക്കണം, കൂടെ നിർത്തണം. അങ്ങനെയാകുമ്പോഴാണ് അവർ നല്ലത് പഠിക്കുക. അതുണ്ടാ ഇനിയിപ്പം അതിൻ്റെ കുറവ് വേണ്ട. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തത് ആരാന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെ? പള്ളിയിലേക്ക് വരുമ്പോൾ എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ചെറിയ റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. കുട്ടികൾ അങ്ങനല്ലേ, കയ്യിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നങ്ങനെ പോരും. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ചെറിയ റൊട്ടി കഷ്ണം. പള്ളിയോട് ഞാൻ അടുക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇവിടെ കണ്ടപ്പോൾ മകൻ്റെ കയ്യിൽ നിന്നത് വാങ്ങിയിട്ട് ആ സാധുവിന് കൊടുത്തു. നിങ്ങൾ നോക്ക്, ഒരു ദിവസം മദീന പള്ളിയിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് എല്ലാറ്റിനും മുൻപന്തിയിൽ നിന്ന് ഞാനത് ചെയ്തു എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ചെയ്തപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും പറയുന്നുണ്ട്, വാഹൽ ലിരിഹിൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. കാരണം സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങളാണ് ഇത് മുഴുവനുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ സുഹൃതങ്ങളൊക്കെ ഒരു മനുഷ്യനിൽ മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമാണ് ഇനി അവന്റെ മുന്നിലുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യം സ്വഹാബത്തിന് കൂടുതൽ മനസ്സിലായി. ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്ന മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വിശ്വാസ രംഗത്തും അങ്ങനെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ലൗ ഉസിന ഈമാനു അബീബക്രിൻ ബി ഈമാനിൻ നാസ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മറ്റു എല്ലാ മനുഷ്യരുടെ ഈമാന് മറ്റൊരു തട്ടിലും, അമ്പിയാക്കളെ മാറ്റിവെച്ച് ബാക്കിയുള്ള എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ലറജ്ജഹ ബിഹിം, സിദ്ദീഖ് തങ്ങളെ ഈമാന് മുൻതൂക്കം നിൽക്കും. ഇങ്ങനെയാണ് ഈമാൻ. വിശ്വാസരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ടാണ് മക്കാ വിജയത്തിന്റെ അന്ന് സ്വന്തം ബാപ്പ വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകൂലേ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നാൽ. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഒന്നുമില്ല. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ സന്തോഷിക്കാത്തെന്ന്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഉമ്മ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നു, മക്കളും പേരക്കുട്ടികളും ഒക്കെ സ്വഹാബിമാര്, കൂട്ടത്തിൽ ബാപ്പയും വന്നു. അപ്പൊ ബാപ്പ, മകൻ, പേരക്കുട്ടി ഇങ്ങനെ തുടങ്ങി ആ സബീലുള്ള ആൾക്കാരൊക്കെ സ്വഹാബിമാരാകാന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. എല്ലാ സ്വഹാബിമാർക്കും കിട്ടാത്തൊരു മഹത്വമാണ്. നിങ്ങളെന്താ സന്തോഷിക്കാത്തത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മനസ്സിന് സന്തോഷമാകുന്നത്, കൺകുളിർമയാകുന്നത് എൻ്റെ ബാപ്പയുടെ ഈമാനല്ല, വിശ്വാസമല്ല. അതിനേക്കാൾ കൂടുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൺകുളിർമയേകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ ദുനിയാവിൽ അത് നടന്നില്ല. അതെന്താണ്? അബൂ ത്വാലിബിന്റെ ഈമാൻ. അബൂ ത്വാലിബിനോട് അവസാന ഘട്ടത്തിലും തങ്ങൾ പോയി പറഞ്ഞു, അബൂ ത്വാലിബേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പയോട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഞാൻ ആ വാക്ക് തെളിവായി പറയും. നിങ്ങൾ മുഅ്മിനാണെന്നതിന് ഞാനത് തെളിവായി പറയും. പക്ഷേ അബൂ ത്വാലിബ് ചൊല്ലിയില്ല. അപ്പൊ തങ്ങളെ മനസ്സിന് കൺകുളിർമയാകുന്നൊരു സംഗതി ഉണ്ടാകേണ്ടിയിരുന്നു. എൻ്റെ ബാപ്പയേക്കാൾ കൂടുതൽ ഞാൻ പരിഗണിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങൾക്ക് സന്തോഷമുള്ളൊരു സന്ദർഭം ഇവിടെ നടക്കേണ്ടിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ ബാപ്പ ഇസ്ലാമിലേക്ക് വന്നതിന് പ്രത്യേകം എനിക്കൊരു കുളിർമയില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ കുളിർമ, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷമാണ്. തങ്ങൾക്ക് ആ സന്തോഷം നടന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം എനിക്കും സന്തോഷമില്ല. എത്ര വലിയ ഈമാനാ സഹോദരങ്ങളെ!
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെന്താണോ സന്തോഷമാകുന്നത് അതാണ് എനിക്കുമുള്ള സന്തോഷം, തങ്ങൾക്കെന്താണോ തൃപ്തിയാകുന്നത് അതാണ് എനിക്കുമുള്ള തൃപ്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഗുണം ചെയ്ത ആള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. എന്റെ സ്വത്ത് പോലെ ഞാൻ ഉപയോഗിച്ചൊരു സ്വത്ത് സിദ്ദീഖ് തങ്ങളെ സ്വത്താണ്. എത്ര വലിയ ഈമാനാണ്! നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സഹകരണം എന്നുള്ള നിലക്ക് നമ്മളെ സ്വന്തം ജ്യേഷ്ഠൻ നമ്മളെ സ്വത്തിൽ എന്തെങ്കിലും ഒന്ന് എടുത്തൊരു ഹൈറായ കാര്യം ചെയ്താൽ നമ്മൾ ചോദിക്കും, ആരെന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത്? സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ജ്യേഷ്ഠൻ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ തത്വം. അൽ അഖുൽ കബീറു ബി മൻസിലത്തിൽ അബ്. ബാപ്പയുടെ സ്ഥാനത്താണ് മൂത്ത ജ്യേഷ്ഠൻ. ആ മൂത്ത ഇക്കാക്ക നമ്മളെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തൊരു ഹൈറായ കാര്യം ചെയ്താൽ നമ്മളെ മനസ്സാകെ റേഞ്ചൊക്കെ മാറി ഹീറ്റായി ചൂടായി പലതും പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എൻ്റെ സ്വത്ത് പോലെ ഞാൻ ഉപയോഗിച്ചൊരു സ്വത്ത് നിങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വത്താണ്. ഞാൻ ഉദ്ദേശിക്കും പോലെ എനിക്ക് ഉപയോഗിക്കാം. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് സ്വത്ത് മുഴുവനും ചെലവഴിച്ചത്. എല്ലാ സ്വത്തും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. സ്വന്തം ശരീരം പോലും എനിക്ക് വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ടാണ് ഹിജറ പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ ക്ഷീണം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഏറ്റുകയാണ്, തോളിലേറ്റുകയാണ്. തോളിലേറ്റിയിട്ട് നല്ല തണലുള്ളൊരു പാറയുടെ ചുവട്ടിൽ, തണൽ കൊള്ളാൻ പറ്റുന്ന പാറയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ മല കയറിയതില്ലേ തങ്ങളെ തോളിലിട്ടുകൊണ്ട്. തങ്ങളെക്കാളും 2 വയസ്സ് കുറവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ടും നിങ്ങൾ നോക്കുക അവിടുത്തെ സ്നേഹം എത്രമാത്രം വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുണ്ടായതും. തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു അടിമ, ആ അടിമക്ക് അല്ലാഹു തആല ഖിയാർ നൽകി, വേണമെങ്കിൽ ദുനിയാവിൽ താമസിക്കാം, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് പോരാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അല്ലാഹുവിന്റെ പക്കലുള്ളത് സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തു. ദുനിയാവ് മതി എന്ന രൂപത്തിൽ ഒരു അടിമക്ക് അല്ലാഹു ഖിയാർ നൽകിയപ്പോ നമുക്കാർക്കും അല്ലങ്ങനെ ഖിയാർ തരുമെന്ന് കരുതണ്ട. അങ്ങനെ അല്ലാഹു ഭൂമി ലോകത്ത് ഒരു ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം താമസിക്കാം നബിയെ, അല്ലെങ്കിലോഹോ എൻ്റെ അടുത്തേക്ക് പോരാം. പക്ഷേ തങ്ങൾ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ പക്കലുള്ള വലിയ സവാബാണ്. അത് പറഞ്ഞപ്പോൾ ആ സദസ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ആകെ വിതുമ്പി വിതുമ്പി കരഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ കരയാനുള്ള കാരണം? അവിടുത്തെ ഇൽമു കൊണ്ടാണ്. ഈ ഹദീസിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. തങ്ങൾ വേർപിരിയാൻ പോവുകയാണ്, ദുനിയാവിൽ നിന്ന് വിട വാങ്ങാൻ പോവുകയാണ്. അതേറ്റവും ആ ഭാഷ കേട്ടപ്പോഴേക്ക് മനസ്സിലായത് സിദ്ദീഖ് തങ്ങൾക്കാണ്. സ്വഹാബിമാരൊക്കെ ഉള്ള സദസ്സിലാണ് തങ്ങളിത് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമൂഹ്യ രംഗത്തും സേവന രംഗത്തും കർമ്മരംഗത്തും വിശ്വാസരംഗത്തും ഔലിയാക്കളിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ നാളെ ആദ്യമായി സിറാത്ത് വിട്ട് കിടക്കുന്ന മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഹിസാബില്ല, മീസാനില്ല, സിറാത്തുമില്ല. ഹിസാബ് തുടങ്ങുന്നത് ബാക്കിയുള്ളവരിൽ നിന്നാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ വലിയൊരു സ്ഥാനമാണ്. സ്വഹാബിമാരെ കൂട്ടത്തിൽ നിന്ന് പലർക്കും ഇല്ലാത്ത സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയത്. ചെറിയ സ്ഥാനമല്ല. ആ സ്ഥാനത്തിന്റെ ഏറ്റവും വലുപ്പമാണ് തങ്ങളുള്ള സമയത്ത് മദീന പള്ളിയിലെ മിഹ്റാബിൽ തങ്ങൾ പകരം നിർത്തിയത് ഒരേ ഒരു വ്യക്തിയെയാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ മദീനയിലുള്ള കാലത്ത് ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല, എനിക്ക് സുഖമില്ല, നിങ്ങൾ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അത് വല്ലാത്തൊരു പ്രാതിനിധ്യമാണ് നൽകിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം
ഇത്രമാത്രം വലിയ മഹത്വം, ഇതിനേക്കാളും വലിയ മഹത്വം അള്ളാഹു നൽകിയത് അവരുടെ പ്രവർത്തനവും വിശ്വാസവും കർമ്മവും ആ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഔലിയാക്കളൊക്കെ പരിശോധിച്ചാൽ കർമ്മരംഗത്തവർ മുൻപന്തിയിലാണ്. ഫർളുകളെക്കാൾ കൂടുതൽ സുന്നത്തെടുക്കുന്നവരാണ് ഔലിയാക്കൾ. ഇൽമിലവർ മുൻപന്തിയിലാണ്. നിങ്ങൾ നോക്ക്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ബഗ്ദാദിൽ എത്ര കൊല്ലം പഠിച്ചു? 33 കൊല്ലം പഠിച്ചു. 18-ാമത്തെ വയസ്സിൽ ബഗ്ദാദിലേക്ക് പോയി. 50-ാമത്തെ വയസ്സ് വരെ പഠനമാണ്. അപ്പൊ എത്രമാത്രമാണ് ഇൽമു സ്വീകരിച്ചത്? വലിയനുണ്ടാകേണ്ടത് കാര്യമായും ഒന്നാമത്തെ വിശേഷണം ഇൽമാണ്. അൽ ആരിഫു ബില്ലാഹി തആല ഹസ്ബ മാ യുംകിൻ. അല്ലാഹുവിനെ പറ്റി നന്നായി അറിയുന്ന ആള്, പരമാവധി അറിവുള്ള ആളാണ് അല്ലാഹുവിന്റെ വലിയായി മാറുക. അൽ മുവാലിബു അല ത്വാഅത്ത്, ആരാധനകളിൽ പതിവാക്കുന്ന ആള്. ഏത് സൽക്കർമ്മമുണ്ടോ ആ സൽക്കർമ്മങ്ങളൊക്കെ പതിവാക്കും. അതേ അൽ മുജ്തനിബു അനിൽ മആസി, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ആളാണ്. അൽ മുഅ്രിദു അനിൽ ഇൻഹിക്മാകി ഫിൽ ലദ്ദാതി, ദുനിയാവിന്റെ സുഖങ്ങളിൽ അഭിരമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് വലിയ. ഈ വിശേഷണങ്ങളൊക്കെ നമുക്ക് ഔലിയാക്കളിൽ കാണാം. നിങ്ങൾ കണ്ടില്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഇബാദത്ത് എത്രമാത്രം വലിയ ഇബാദത്താണ്. 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച ചുരുക്കം ചില ഔലിയാക്കളെ കാണാം. എല്ലാവരും അങ്ങനെയല്ല, ചുരുക്കം ചില ഔലിയാക്കളെ നമുക്കങ്ങനെ കാണാം. ആ കൂട്ടത്തിൽ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങളെ പറ്റി ഒരാൾ പറയുന്ന വർത്തമാനം കേട്ട് അബൂ ഹനീഫ തങ്ങൾ പേടിച്ചുപോയി. നമ്മൾ വലിയ ഉഷാറാന്ന് ആരെങ്കിലും നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പൊന്തും, മേലോട്ട്, പിന്നെ കുറച്ചുകൂടിയും പൊന്തും. നമുക്കത് കേൾക്കലാ ഇഷ്ടം. നമ്മളാരെങ്കിലും ഒന്ന് റേഞ്ച് മേലോട്ട് കയറ്റിയാൽ ഓ ഞാൻ ഉഷാറായി, എല്ലാവരെക്കാളും ഞാൻ ഉഷാറായി, ഓല പറഞ്ഞതിനേക്കാളും അപ്പുറം ഞാൻ. അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു മറ്റൊരാളോട്, ഹാദാ റജുലുൻ യുഹീൽ ലൈല കുല്ലഹു, ആ പോകുന്ന ആളറിയോ? രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളാണ്, ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്ന ആളാണ് ആ പോകുന്ന ആള്. ഈ വാക്ക് അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു കേട്ട് മഹാനവർകൾ പരിഭ്രമിച്ചു പോയി. പടച്ചോനെ, എന്നിലില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്നെ പറ്റി പറയുന്നത്. നമ്മളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാലും നമുക്ക് സന്തോഷാ. ഞാൻ അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്, ഓലങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെയെന്ന് പറയും നമ്മൾ. അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ അല്ലല്ലോ അല്ലാഹ്, രാത്രി മുഴുവനും ഞാൻ ഇതുവരെ ഹയാത്താക്കിയിട്ടില്ലല്ലോ. ജനങ്ങൾ എന്നെ പറ്റി അങ്ങനെ ഒരു നല്ല ഭാവനയിലുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നല്ല രൂപത്തിൽ അല്ലാഹുവേ നിന്റെ അടുക്കലും നല്ല ആളാകണ്ടേ. പിന്നെ മഹാനവർകൾ അങ്ങ് തുടങ്ങി നീണ്ട 40 കൊല്ലം രാത്രി ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. 2 റക്അത്തും 3 റക്അത്തും 4 റക്അത്തും 11 റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോ നീണ്ട രൂപത്തിൽ ഖുർആനോദി നിസ്കരിക്കുകയാണ്. വീട്ടിൽ വെച്ച് ഖുർആനോദിയുള്ള നിസ്കാരം അയൽവക്കക്കാർക്കൊക്കെ വലിയ സന്തോഷമാണ്. മഹാനവറുകൾ വഫാത്തായ അന്ന് അയൽവക്കത്തെ ഒരു കുട്ടി ചോദിച്ചു, ഉമ്മാ, എല്ലാ ദിവസവും രാത്രി അവിടെ ഒരു വെള്ളത്തൂണ് കാണാറുണ്ടല്ലോ, ഇപ്പൊ ആ വെള്ളത്തൂണ് കാണുന്നില്ലല്ലോ. മോനെ, അത് വെള്ളത്തൂണല്ല, രാത്രി മുഴുവനും നിസ്കരിച്ചിരുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിന്നിട്ടുള്ള നൃത്തമാണ് നീ കണ്ടിരുന്നത്. മഹാനവറുകൾ അങ്ങ് വഫാത്തായി പോയി. 40 കൊല്ലത്തെ അമലാണ്. നലവേറും ഈശാത്തോളുതോരുളൂവാലെ നൽഫീറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. രാജാക്കന്മാര് ഷെയ്ഖ് ജീലാനി തങ്ങളെ കാണാൻ വരും രാത്രി. പക്ഷേ കാണാൻ വരുന്ന ആളുകളൊക്കെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. നിസ്കാരവും ഔറാദുകളും ദിക്റുകളും മോത്തുകളും കഴിഞ്ഞെങ്കിലേ കാണാൻ പറ്റൂ. ഒരു ദിവസം നാട് ഭരിക്കുന്ന രാജാവ് വന്നു. ഇശാഇന്റെ ശേഷം ഖാദിമിനോട് ചോദിച്ചു, ഉസ്താദ് എവിടെ? ഉസ്താദ് മുറിയിലേക്ക് കയറിയിട്ടുണ്ട് നിസ്കരിക്കാൻ. ഇനി നിങ്ങൾക്ക് കാണണോ? സുബ്ഹിന്റെ ശേഷമേ കാണാൻ പറ്റൂ. നമ്മൾ ആലോചിക്കണം, സുന്നത്തുകളോട് അതീവ താല്പര്യമുള്ളവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിലേക്ക് സുന്നത്തെടുത്ത് വല്ലാതെ അടുത്തവരാണ്. ഒരു നിസ്കാരം മാത്രമല്ല സഹോദരങ്ങളെ,
ജനങ്ങൾക്കുള്ള വലിയ സേവനം ചെയ്തില്ലേ ഷെയ്ഖ് ജീലാനി തങ്ങൾ. കിട്ടുന്ന നേർച്ചകൾ മഹാനവർകൾ ഉപയോഗിച്ചത് ഭക്ഷണം കൊടുക്കാനാണ്. മഹാനവർകൾ പറഞ്ഞു, ഫത്തഷ്തുൽ അഅമാല കുല്ലഹാ, എല്ലാ കർമ്മങ്ങളെയും ഞാൻ പരിശോധിച്ചു നോക്കി. ആഖിറത്തിലേക്കുള്ള കർമ്മങ്ങൾ ഓരോന്നും എടുത്ത് ഞാൻ പരിശോധിക്കുമ്പോ അതിലേറ്റവും എളുപ്പമുള്ള കർമ്മമായി ഞാൻ കണ്ടത് ഭക്ഷണം കൊടുക്കലാണ്. ദിർഹമും ദീനാറും ഇങ്ങനെ നേർച്ച വരുമ്പോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് 3 ആളുകളുണ്ട്. ആ 3 ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നത് എങ്ങനെ? ആളുകൾ കൊണ്ടുവരുന്ന നേർച്ച ഉണ്ടാവും, ഒരാൾക്ക് കൊടുക്കും, പിന്നെ നേർച്ച കൊണ്ടുവരുമ്പോൾ അടുത്താൾക്ക് കൊടുക്കും. അങ്ങനെ ഈ ഭക്ഷണം 1000 പേര് 500 പേർക്കൊക്കെ ഓരോ ദിവസം ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ പോയിട്ട് ഭക്ഷണം ആവശ്യമുള്ളവർ വരൂ എന്ന് അനൗൺസ്മെന്റ് ചെയ്യും. ആണ്ടതിക്ക് മാത്രല്ല, ഇടക്കിടക്ക് മഹാനവർകൾ ചെയ്യുന്ന സുഹൃതമാണ്. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരുടെ ലക്ഷണമാണത്. സ്വർഗത്തിൽ പോകുന്ന മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ ദുനിയാവിൽ വെച്ച് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഭക്ഷണം ഉണ്ടാക്കി അങ്ങാടിയിലും മറ്റൊക്കെ പോയി അനൗൺസ്മെന്റ് ചെയ്ത് ആളുകളോട് വരാൻ പറയും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അമലാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുക, നമ്മുടെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നത് നല്ല ഇബാദത്താണ്. അതിനു പുറമെ മറ്റുള്ള ആളുകളെ സൽക്കരിക്കുന്നതും വലിയ ഇബാദത്താണ്. ആ സൽക്കാരം അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിലാണെങ്കിൽ അതിന് വലിയ പുണ്യമാണ്. നാട്ടിലെ മിസ്കീന്മാരെ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, യതീമുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, ഫക്കീറുമാർ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയാണ്. ഭക്ഷണമുണ്ടാക്കി സ്വന്തം കഴിക്കുന്നതിന് പകരം മറ്റുള്ളവരെയും കൂടി ഭക്ഷണം കഴിപ്പിക്കുക. തങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, പാല് വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം വന്നാൽ ഉടനെ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു പറയും. മദീന പള്ളിയിൽ ഓതിപ്പടിക്കുന്ന മുതഅല്ലിമുകളുണ്ട്. 70 മുതൽ 700 വരെ ആളുകൾ ആ തിണ്ണയിൽ വെച്ച് ഓതിപ്പടിച്ചിട്ടുണ്ട് സ്വഹാബിമാർ. അവരോട് വരാൻ വേണ്ടി പറയൂ. അപ്പൊ സ്വഹാബിമാര് പോയി വിളിക്കുന്നു, നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കുമ്പോ ഒരു വലിയ പാത്രത്തിൽ പാല് കാണാം. ആ പാല് തങ്ങളിങ്ങനെ കോരിക്കൊടുക്കുകയാണ് ഈ മുതഅല്ലിമീങ്ങൾക്ക്. അവസാനമാണ് തങ്ങൾ കുടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കുക എന്നത് ശ്രേഷ്ഠമായ ഒരു സുന്നത്താണ്. അത് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വലിയൊരു സുഹൃതമാണ്. എന്നിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും പറവകളെയും ഇഴജന്തുക്കളെയും ഒക്കെ വിളിച്ചൊന്ന് സൽക്കാരം കൊടുക്കായിരുന്നു. ഇപ്പൊ ദുനിയാവ് അവരെ കയ്യിൽ കിട്ടുമ്പോൾ അവരെ ആഗ്രഹം അതാണ്, നന്നായി ഭക്ഷണം കൊടുക്കുക. മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മിൽ നിന്ന് പിശുക്ക് എന്ന് പറയുന്ന രോഗം നീങ്ങിക്കിട്ടാൻ വലിയൊരു മാർഗമാണത്. പിശുക്ക് വലിയ രോഗമാണ്, അത് നീങ്ങിക്കിട്ടാൻ ഔലിയാക്കളുടെ വലിയൊരു മാതൃകയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പാവങ്ങൾക്ക് വലിയ ഒത്താശ ചെയ്ത് ജീവിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അവർ ഖത്മ് തീർത്തത് വിശുദ്ധ ഖുർആൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവുള്ളൊരു വിഷയമാണ് ഖുർആൻ ഖത്മ് തീർക്കുന്നത്. റമളാനിൽ പോലും പലരും ഖുർആനിന്റെ ഖത്മ് ഓതിയെത്തുന്നില്ല. ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഖുർആന് ധാരാളം ഖത്മ് തീർക്കുന്നവരാണ് എല്ലാ ഔലിയാക്കളും. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഒരു മാസമാകുമ്പോഴേക്ക് 5ഉം 6ഉം ഒക്കെ ഖത്മ് തീർക്കുന്നവരാണ്. ഒരൊറ്റ കാലിൽ നിന്നിട്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ഖത്മ് തീർത്തത്. ഒരു കാലിൽ നിന്നിട്ടാണ് മറ്റേ കാല് നല്ലോണം ഉറപ്പിക്കാതെ കുറച്ച് അയവാക്കി വെക്കും, ഉറക്കം വരാതിരിക്കാൻ. ഖുർആന് ഖത്മ് തീർക്കുകയാണ്. പലരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ പറയുമ്പോ മഹാനവറുകളെ പരിഹസിക്കാറുണ്ട്. മുഅ്മിനീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്, വലാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഫർളൊക്കെ നിർവഹിച്ച ശേഷം
ആദ്യം ഫർള് നിർവഹിക്കണം. ഫർളാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത്. ഫർളിൽ വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. ഫർളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഒരാളും ഒരു കാലത്തും ഔലിയാവില്ല. അങ്ങനെ കരുതണ്ട. ഔലിയാക്കളൊപ്പം അയാളെ ചേർക്കാനും കൂടി പറ്റൂല. ഫർളുകൾ വളരെ കൃത്യമായി നിർവഹിക്കണം. നിസ്കാരമടക്കമുള്ള ഫർളുകൾ വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിക്കണം. പിന്നെ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. ആ സുന്നത്തുകൾ അങ്ങനെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഇഷ്ടം നൽകും. ഫൈദാ ഹബ്ബബ്തുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും. വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശീ ബിഹാ, നടക്കുന്ന കാല് ഞാനാകും, പിടിക്കുന്ന കയ്യ് ഞാനാകും എന്ന് പറഞ്ഞാൽ ദൂരവ്യത്യാസമില്ലാതെ, മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ, കാരണങ്ങൾ ഉപയോഗിക്കാതെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അല്ലാഹു എളുപ്പം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഖദമീ അലാ റഖബാത്തിൽ ഔലിയാ, എന്റെ കാൽപാദം ശേഷമുള്ള എല്ലാ ഔലിയാക്കളുടെയും പെരടിക്ക് മുകളിലാണ്. അത് പറഞ്ഞ സമയത്ത് ഇപ്പുറത്ത് ഉമ്മബീദ ഗ്രാമത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തലതാഴ്ത്തി കൊടുക്കുകയാണ്. ശിഷ്യന്മാർക്കിടയിൽ തലതാഴ്ത്തിയിട്ട് ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, ഈ ചെറിയ അഹ്മദും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ എന്താ പറഞ്ഞത്? ഒന്ന് വല്ല മക്കളെ, ബഗ്ദാദിൽ വെച്ച് ഇന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ശേഷം വരുന്ന എല്ലാ ഔലിയാക്കളുടെയും വലിയ നേതൃപദവിയിലേക്ക് മഹാനവറുകളെ ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തിയത് ഇന്ന് ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചു. ബഗ്ദാദിൽ നിന്ന് എത്രയോ അകലമുണ്ട് ഉമ്മു അബീദ ഗ്രാമത്തിലേക്ക്. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങളൊന്നും വേണ്ട അവർക്കൊരാളെ കേൾപ്പിക്കാൻ, നമ്മുടെ ഉപകരണങ്ങളൊന്നും വേണ്ട അവർക്ക് ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ. മദീന പള്ളിയിൽ വെച്ച് ഖുതുബ ഓതുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ സൈന്യങ്ങളുടെ നേതാവായി പോയ സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. സാരിയത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹു പോയത് നഹാവന്ദിലേക്കാണ്. മദീനയിൽ നിന്ന് ഏകദേശം 1500 മൈല് അപ്പുറമാണ്. നഹാവന്തിൽ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണണമെന്ന് അവർ ഉദ്ദേശിക്കുമ്പോഴേക്ക് മറകളും തടസ്സങ്ങളും ദൂരങ്ങളും വ്യത്യാസമില്ലാതെ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവരെ കണ്ണും നമ്മളെ കണ്ണും വലിയ വ്യത്യാസത. നമ്മൾ ഈ ഇരിക്കുന്ന എന്നെ നേർക്കേരെ കാണുന്നില്ല, എന്നിട്ടല്ല ഇതിന്റെ അപ്പുറം അവര് നേർക്ക് നേരെ കാണും. കാണാൻ അവരുദ്ദേശിക്കുന്നതൊക്കെ കാണും. ഒരാളെ കൽബാണോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്? അതവർ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുകൊണ്ടാണ് ഔലിയാക്കൾക്കൊക്കെ അത്വിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വൈദ്യന്മാർ, ഹൃദയത്തിന് ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാരെന്ന് പേര് വെച്ചത്. അവിടെയാണല്ലോ കാര്യമായിട്ട് ചികിത്സ വേണ്ടത്. ഹൃദയത്തിലെ രോഗങ്ങൾ മാറിയാൽ പിന്നെ ആൾ ഉഷാറായില്ലേ? ഓരോരുത്തരുടെയും മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ നോക്കി ചികിത്സിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയ ചികിത്സയാണ്. അപ്പൊ നമ്മളെ നാട്ടിലൊരു ഡോക്ടർ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്നറിയില്ല, ശബ്ദം കേട്ടിട്ട് അവർ മരുന്ന് ചെയ്തു. പ്രഗത്ഭന്മാരാണ്. പരിശോധിച്ച് നോക്കിയിട്ട് എന്താ രോഗം എന്നും ചോദിച്ചിട്ട് മരുന്ന് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. ഇന്നിപ്പോൾ അങ്ങനെ, നിങ്ങൾക്ക് എന്താ രോഗം? എനിക്ക് ഇന്ന രോഗമാണ്, അതിന് മരുന്ന് ചെയ്തു. മരുന്ന് ചെയ്താൻ അവർക്ക് അറിയുന്നുള്ളൊരു മഹത്വമുണ്ട്, അത് ശരിയാണ്. പക്ഷെ മുമ്പ് അങ്ങനല്ല. മുമ്പ് ശബ്ദം കേട്ടിട്ട് മരുന്ന് ചെയ്തു. അപ്പൊ ശബ്ദം കേട്ട് മരുന്ന് ചെയ്ത എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കറക്റ്റാണ്. ആ എന്താണോ അയാൾക്കുള്ള രോഗം അത് ശബ്ദത്തിലൂടെ പുറത്ത് വെളിവാകും. ശബ്ദം കേട്ടാൽ അറിയല്ലോ ക്ഷീണം എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് ക്ഷീണം എന്ന് ശബ്ദത്തിന്റെ രൂപം അനുസരിച്ച് അയാൾക്ക് അറിയും. അങ്ങനെ മുമ്പൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ മകൻ ഈ ബാപ്പാന്റെ കൂടെ കൂടിയിട്ട് ഈ വിദ്യകളൊക്കെ പഠിക്കുക. ബാപ്പ ഒരു ദിവസം വല്ലാതെ ചുമ കൊണ്ട് കുരച്ചപ്പോ ഈ മകനൊരു മരുന്ന് എഴുതി കൊടുത്തു. അപ്പൊ ബാപ്പ പറഞ്ഞു, ഇനി നീ എൻ്റെ കൂടെ ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് മരുന്ന് എഴുതിക്കോ. കാരണം നീ പഠിച്ചു കഴിഞ്ഞു, തഹ്സീലായി കഴിഞ്ഞു. നിനക്കിപ്പോ എൻ്റെ കൂറ്റ് കേട്ട് ഞാൻ ഇങ്ങനെ കുരച്ചപ്പോ ആവർത്തിച്ച് ചുമ ഒന്ന് കുരച്ചപ്പോ എനിക്ക് മരുന്ന് എഴുതിയില്ലേ, ഇനി നീ ജനങ്ങളെ പോയി ചികിത്സിച്ചു.
എന്നാൽ ഔലിയാക്കൾ അവർ നമ്മുടെ കൽബ് നോക്കിയാണ് ചികിത്സിക്കുന്നത്. കൽബ് നോക്കി ചികിത്സിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്ക്, ദൂരം നോക്കിയിട്ട് സാരിയാർ റളിയല്ലാഹുവിനെ വിളിക്കുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഖുതുബക്ക് വന്ന ആൾക്കാർ ചിന്തിക്കുന്നു ഖുതുബിന്റെ ഇടയിൽ എന്താ ഒരു വർത്തമാനം. മുന്നിലിരിക്കുന്ന സ്വഹാബത്തും അല്ലാത്തവരും ചിന്തിക്കുന്നു പടച്ചോനെ മിമ്പറിൽ വെച്ച് ഖുതുബിന്റെ ഇടയിൽ സാരിയത്ത് ബിൻ ഹസൻ റളിയല്ലാഹുവിനെയാണല്ലോ വിളിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് മഹാനവർകൾ അവിടെ നിന്ന് മദീനയിലെത്തി. ചോദിക്കുന്നു, സാരിയ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കേട്ടോ? സാരിയത്ത് ബിൻ ഹസൻ തങ്ങൾ പറയുന്നു, ആ വിളിയില്ലെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണവും നോട്ടവും ഇല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒറ്റന്നിനെയും ശത്രുക്കൾ ബാക്കി വെച്ചിട്ടുണ്ടാകൂല. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോഴേക്ക് ഞാൻ ആ പർവ്വതത്തിന്റെ അപ്പുറം നോക്കിയപ്പോ കുതിച്ചവര് കയറുകയാണ്. അമ്പെയ്ത് കൊണ്ടവരെ നശിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഒരൊറ്റ വിളിയല്ലേ വിളിച്ചത്. എവിടേക്കാണ് അവരെ നോട്ടം? ദൂരവും അടുപ്പവും വ്യത്യാസമില്ലാതെ സംസാരിക്കുന്ന സംസാരം. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ, ഇവിടെയുള്ള ഉപകരണത്തിലൂടെ വിദേശ രാഷ്ട്രങ്ങളിലും ലോകത്തിന്റെ ഭാഗങ്ങളിലും ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ ഔലിയാക്കൾക്ക് ഈ മാധ്യമങ്ങളൊന്നും വേണ്ട. അവര് പറയുമ്പോഴേക്ക് മറ്റുള്ളവർ കേൾക്കുന്നു. സദസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വന്നവരുണ്ടെങ്കിൽ ആ സംശയം നേർക്ക് നേരെ കണ്ട് തിരുത്തുന്നു. കണ്ടില്ലേ നിങ്ങൾ, ഷെയ്ഖ് ജീലാനി തങ്ങളെ കാലത്ത് അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു എന്നൊരു പണ്ഡിതനുണ്ട്. ഇബ്നുൽ ഇമാദ് തങ്ങൾ നല്ല പണ്ഡിതനാണ്. പക്ഷേ ചില വിശ്വാസ ശാസ്ത്രങ്ങൾ വായിച്ചപ്പോ മനസ്സിൽ വിശ്വാസ വൈകല്യം കൂടിപ്പോയി. വായിക്കാൻ പറ്റുന്നത് വായിച്ചാൽ മതിട്ടോ, അല്ലാത്തത് വായിച്ചാൽ ഇൽമില്ലാത്ത നമ്മളിങ്ങനെ വട്ടം കറങ്ങും. അതും ശരിയാണ്, ഇതും ശരിയാണ്, മറ്റേതും ശരിയാണ്. ഏതാ ശരിയെന്ന് ലാസ്റ്റ് നമുക്ക് തന്നെ അറിയില്ല. നല്ലോണം ഇൽമു ഉറപ്പുള്ള ആൾക്കാർ വായിച്ചാൽ കേടുവരൂല. ഈ പണ്ഡിതൻ ചില വിശ്വാസ ഗ്രന്ഥങ്ങൾ, വിശ്വാസ ശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം, ഏതാ സ്വീകരിക്കേണ്ടത്? ഇവിടെ കുറെ പ്രസ്ഥാനങ്ങളുണ്ട്, എല്ലാവരും ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഏതാ സ്വീകരിക്കേണ്ടത്? അതിൽ ചെറിയൊരു ആശങ്ക വന്നപ്പോൾ ഒരാൾ പറഞ്ഞു മഹാനവറുകളോട്, ഇബ്നുൽ ഇമാദ് തങ്ങളെ നിങ്ങൾ ബഗ്ദാദിലേക്ക് പോയിക്കോളൂ. അവിടെയുണ്ടൊരു വലിയ മഹാൻ, യതകല്ലമു ബിൽ ഖവാതിർ, മനസ്സ് നോക്കി സംസാരിക്കും. നിങ്ങൾ അവിടെ പോയിരുന്നാൽ മതി, ട്രീറ്റ്മെന്റ് കിട്ടും. എൻ്റെ സംശയം ഏതാണെന്ന് ചോദിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ മഹാന്റെ സദസ്സിൽ പോയിരുന്നാൽ മതി, അപ്പോഴേക്ക് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ വലിയ ജനാവലി ഒരുമിച്ച് കൂടിയൊരു സദസ്സാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിൽ 3 വഅലാണ്. ഒരു വഅല് കഴിഞ്ഞാൽ 10,000 ആളുകൾ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലും. എന്താണ് ആ വഅല്? എന്താണ് ആ ദീനീ പ്രവർത്തനം? അങ്ങനെ നമ്മൾ കൂട്ടി നോക്കിയാൽ 40 കൊല്ലല്ലേ വഅല് പറഞ്ഞത്. 40 കൊല്ലത്തെ വഅല് കൊണ്ട് കിട്ടിയ പുരോഗതി ദീനിന് എത്രമാത്രം വലുതാണ്. അള്ളാഹുവിന്റെ ദീനിലുള്ള കഠിനാധ്വാനം എത്രമാത്രം വലുതാണ്. ആ അധ്വാനത്തിൽ മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ തൗഫീഖ് ചെറുതൊന്നുമല്ല. 90 കൊല്ലം ജീവിച്ച മഹാൻ 40 കൊല്ലം വഅല് പറഞ്ഞു. ജനങ്ങളെ വിശ്വാസവും അവരെ സംസ്കാരവും അവരെ മനസ്സും നന്നാക്കി നല്ല മനുഷ്യന്മാരെ വാർത്തെടുത്തു, നല്ല ശിഷ്യന്മാരെ വാർത്തെടുത്തു, നല്ല തെളിഞ്ഞ ആളുകൾ. അവരെ കൂടെ നമ്മളൊന്ന് കൂടിയാൽ നമ്മളെ മനസ്സങ്ങ് നന്നായി പോകും. ഒരിക്കൽ നമ്മൾ അവരോട് ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ മതി, നമ്മുടെ മനസ്സിൽ മാറ്റം വന്നു പോകും. അത്രക്ക് സ്ഫുടതയുള്ള നല്ല നല്ല മഹാന്മാരെ വാർത്തെടുത്തു. വലിയ സദസ്സിൽ പോയിട്ട് ഈ പണ്ഡിതൻ ഒരു മൂലയിലിരുന്നു. കാരണം ആൾക്കാർ പറഞ്ഞു മനസ്സ് നോക്കിയിട്ട് കാര്യം പറയുന്നല്ലേ, വിഷയമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു മൂലയിലിരുന്നു. ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയാണ്, ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിന്റെ ശൈലി മാറി. മഹാനവറുകൾ പറയുന്നു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബിഈൻ, നമ്മളെ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം പൂർവീകരായ മഹത്തുക്കളായ സ്വഹാബത്തിന്റെയും താബിയുകളുടെയും വിശ്വാസമാണ്. അതാണ് സ്വീകരിക്കേണ്ടത്. സ്വഹാബത്ത് എന്തെല്ലാം വിശ്വാസ രംഗത്ത്, ബഹുമാന രംഗത്ത് സ്വീകരിച്ചോ അതൊക്കെ നമ്മളും സ്വീകരിക്കണം. ഒന്നും തള്ളിപ്പറയാൻ പാടില്ല. അവരെന്തെല്ലാം ബഹുമാനമായി കൊണ്ട് നടന്നോ നമുക്കും അത് ബഹുമാനമാണ്.
അവരെന്തെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി സ്വീകരിച്ചോ നമുക്കും അത് വിശ്വാസമാണ്. അപ്പൊ അവരുടെ സരണിയാണ് സ്വീകരിക്കേണ്ടത്. ഇതാണ് കിട്ടേണ്ട മറുപടി. അബൂബക്കറുൽ മാദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു മാറ്റർ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും, എന്നോടൊന്നാകൂല. ഷെയ്ഖ് ജീലാനി പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അതും പറഞ്ഞതായിരിക്കും. അപ്പൊ രണ്ടാമതും ഷെയ്ഖ് ജീലാനി തങ്ങൾ മഹാനവറുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബീൻ. നമ്മുടെ വിശ്വാസം സ്വഹാബത്ത് താബീങ്ങളെ വിശ്വാസമാണ്. അതാണ് യഥാർത്ഥ വിശ്വാസവും, അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇബ്നുൽ ഇമാദ് തങ്ങൾ വിചാരിച്ചു, അത് പ്രസംഗിക്കുന്ന ആള് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിയല്ലോ, അങ്ങനെ തിരിഞ്ഞതായിരിക്കും, എന്നോടൊന്നാവൂല. 2 വട്ടം പറഞ്ഞിട്ടും കാര്യം ഉൾക്കൊള്ളാതിരുന്നപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഒറ്റ വിളി, യാ അബൂബക്കർ. 10,000-കണക്കിന് ആള് ഒരുമിച്ച് കൂടിയ സദസ്സില്ല, വലിയ പണ്ഡിതനെ വിളിച്ചു, യാ അബൂബക്കർ. ഞാൻ 2 വട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഓലോടാണ്, എല്ലാരോടും ഇങ്ങനെ തള്ള. എന്നാ നിങ്ങളെ പേര് വിളിച്ച് ഞാൻ പറയട്ടെ, ഇത്തിഖാദു സലഫി സ്വാലിഹീന മിനസ് സ്വഹാബത്തി വത്താബീൻ. ഇപ്പൊ മനസ്സിലായെന്ന് വെച്ചു. മനസ്സിലായി. സംശയം നീങ്ങിയെന്ന് വെച്ചു. സംശയം നീങ്ങി. കണ്ടാ, മനസ്സ് നോക്കി സംസാരിക്കാനുള്ള കഴിവ് വല്ലാത്ത കഴിവാണ്. ഒരാളെ കണ്ട അവർക്ക് മനസ്സിലാവും ആളെങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ശിഷ്യനുണ്ട് കൂടെ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ മഹാനവറുകൾ ചിന്തിച്ചു, ഇന്നിവിടെ ആരെങ്കിലും സൽക്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ അല്പം സ്ഥലം തരികയാണെങ്കിൽ ഒന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോകായിരുന്നു, രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയൂല എന്നുള്ളവർക്ക്. അങ്ങനെ ചിന്തിച്ചപ്പോൾ പരിസരത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് വിളിച്ചു, വരി. ഇയാൾ കാഴ്ചയിൽ ഇയാൾ ബഖീലാണ്, പിശുക്കനാണ്. ഇയാളെങ്ങനെ നമ്മളെ സൽക്കരിക്കുന്നത്? വീട്ടിൽ കൊണ്ടുപോയി നല്ല വിരിപ്പ് കൊടുത്തു, പുതപ്പ് കൊടുത്തു, തലയിണ കൊടുത്തു, വാഹനത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് അതിനുള്ള പുല്ലും വെള്ളവും ഒക്കെ കൊടുത്തു, ശിഷ്യന് കിടക്കാൻ അപ്പുറത്ത് വേറൊരു പായം വിരിച്ചു കൊടുത്തു. അപ്പോഴും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആശങ്ക, പടച്ചോനെ, ഇയാൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് മനസ്സിലാകുന്ന ആള് ബഖീലാണ്. പക്ഷേ ഇയാൾ ഇങ്ങനെ സൽക്കരിക്കുന്നത് എന്താ? ഇയാൾ നമ്മളെ സൽക്കരിക്കേണ്ട ആളല്ലല്ലോ. ഇയാൾ ശരിക്കും സൽക്കാരം സ്വീകരിക്കാതെ നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ തള്ളിവിടേണ്ട ആളാണ്. പിറ്റേന്ന് രാവിലെ അവിടെ കിടന്നുറങ്ങി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത്, ഞാൻ പോവുകയാണ്, നിങ്ങൾ മിസ്റിലേക്ക് വരുമ്പോൾ ഒന്ന് കാണണം. നമ്മൾ സ്വാഭാവികമായിട്ടും പറയില്ലേ, അടുത്ത് ബന്ധമുള്ള ആളോട് നിങ്ങൾ കോഴിക്കോട്ട് വരുമ്പോൾ ഒന്ന് കാണണം കേട്ടോ, ആ പരിചയത്തിൻ്റെ പേരിൽ പറയല്ലോ. അതേപോലെ നിങ്ങൾ മിസ്റിൽ വരുമ്പോൾ നമുക്കൊന്ന് കാണണം. അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മിസ്റിൽ വന്നിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങളെ വാപ്പാൻ്റെ അടിമയാണോ എന്ന്. അപ്പൊ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഉസ്താദുമാര് പഠിപ്പിച്ച ഇൽമു തെറ്റിയിട്ടില്ല, അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ ആ മനുഷ്യന് ലിസ്റ്റ് കൊടുത്തു. എന്താ ലിസ്റ്റ്? പായക്ക് 2 ദിർഹം, പുതപ്പിന് 2 ദിർഹം, ഈ മൃഗത്തിന് വെള്ളം കൊടുത്തതിന് 3 ദിർഹം, അതിന് പുല്ലിട്ട് കൊടുത്തതിന് 2 ദിർഹം, ശിഷ്യൻ കടന്ന ഇതൊക്കെ വാടകയാണ് ചോദിക്കുന്നത്. കണ്ടങ്ങള്, ഇതാണ് ഷാഫി ഇമാം തങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇയാൾ ബഖീലാണല്ലോ, ഇയാൾ നമ്മളെങ്ങനെ സൽക്കരിക്കാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ തുകക്ക് കൊടുത്തു. സൽക്കരിച്ച ആൾ പിന്നെ വാടക വാങ്ങാൻ പാടുണ്ടോ? തുക മുഴുവനും കൊടുത്തിട്ട് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഉസ്താദുമാര് പകർത്തി തന്ന ഇൽമു 100% ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. ഒരാളെ ഒരു നോട്ടത്തിൽ അവർ മനസ്സിലാക്കിയിട്ട് വിധി എഴുതും. അബൂബക്കറുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവോട് ഇമാം ഷെയ്ഖ് ജീലാനി തങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ സദസ്സിൽ വന്നിട്ട് നിങ്ങളെ വിശ്വാസം ശരിയായി, ഒരു കാര്യം കൂടി പറയട്ടെ, കുറെ ദിവസമായല്ലോ നിങ്ങളെ വാപ്പ വീട് വിട്ടുപോയിട്ട്, വീട്ടിലേക്ക് പോയിക്കോളൂ, ബാപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്. മഹാനുഭാവൻ ആ സദസ്സിൽ നിന്ന് പോയി വീട്ടിൽ നോക്കുമ്പോ ബാപ്പ മുറ്റത്തിരിക്കുന്നുണ്ട്. ആ മുറ്റത്തിരിക്കുന്ന ബാപ്പ അവിടെ എത്തിയ വിവരം ഷെയ്ഖ് ജീലാനി തങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് കൊണ്ട് അവരങ്ങ് അടുത്തപ്പോ, ദീനിന്റെ ഖിദ്മത്ത് കൊണ്ട് അവരടുത്തപ്പോ അള്ളാഹു അവരെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചു. പിന്നെ അവരുദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കുന്നു. ഒന്നിനും തടസ്സമില്ലാത്ത രൂപത്തിൽ. എന്താണ് അവർ വിചാരിക്കുന്നത്, എന്തെല്ലാം നടക്കണമെന്നാണ് വിചാരിക്കുന്നത്, അതേപോലെ അള്ളാഹു തആല നടത്തി കൊടുക്കുന്നു. അത് പറയുമ്പോ സംശയിക്കണ്ട, അങ്ങനൊക്കെ ഉണ്ടാകോ ഉസ്താദേ എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ നമ്മളൊക്കെ ഓതാറില്ലേ സൂറത്തുൽ കഹ്ഫ്?
ആ സൂറത്തുൽ കഹ്ഫിൽ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം പറയുന്നുണ്ട്, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഞാൻ ആ കുട്ടിയെ കൊന്നില്ലേ മൂസാ നബിയെ, ആ കുട്ടി ഭാവിയിൽ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടി കാഫിറോ? ബാപ്പാനെയും ഉമ്മാനെയും കുഫ്രിയത്തിലേക്ക് നിർബന്ധിപ്പിക്കും. അവരിപ്പുള്ള വിശുദ്ധിയിൽ നിന്ന് അവരെ തെറ്റിക്കും ആ കുട്ടി. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ ആ രൂപത്തിൽ കഥ കഴിച്ചത്. അപ്പൊ പിന്നെ ഇവർക്ക് ഇനി വേറെ കുട്ടി ഉണ്ടാകോ? ഫാറദിന, നമ്മൾ ഉദ്ദേശിച്ചു അള്ളാഹു അവർക്ക് വേറെ കുട്ടിയെ കൊടുക്കണം. ആരുദ്ദേശിച്ചു? ഫാറദിന, നമ്മൾ ഉദ്ദേശിച്ചു. ആരാ ഉദ്ദേശിച്ചത്? ഖളിർ അലൈഹിസ്സലാം. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ അള്ളാഹു അങ്ങനെ കൊടുക്കും. അതന്നെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും യഥാവിധി നടന്നോണമെന്നില്ല. അതെന്തേ? നമുക്ക് പരിശുദ്ധിയുടെ കുറവാണ്. നമ്മൾ ഉയരണം. മഹാന്മാരെ മഹബത്ത് വെച്ച് അവരെ പാത സ്വീകരിച്ച് നമ്മൾ ഉയരണം. അള്ളാഹു നമ്മളെ ഉയർത്തി തരട്ടെ. അവരെ സബീലായിട്ട് നമ്മൾ അങ്ങനെ ഉയർന്നു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകക്കാരായ ആളുകളായിട്ട് നമ്മളെയും സ്വീകരിക്കും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനെ അള്ളാഹു സ്വീകരിച്ചതുപോലെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്. പിന്നെ അവർക്ക് പേടിക്കാനൊന്നുമില്ല. ഔലിയാക്കൾക്ക് അല്ലെങ്കിലും പേടിക്കാനില്ല. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവരുടെ ജീവിതം എന്തൊരു രസാന്നറിയാം. ഭൗതിക തലത്തിലും അവർക്ക് സന്തോഷമാണ്, പാരത്രിക ലോകത്തും അവർക്ക് സന്തോഷമാണ്. രണ്ട് ലോകത്തും സന്തോഷമാണ്. എന്തേ കാരണം? അവരാ രൂപത്തിൽ വേറെയിലപ്പുറം നമുക്ക് കഴിയില്ലല്ലോ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മോളെ ഇന്നാലിന്ന പർവ്വതത്തിന്റെ മുകളിൽ അവിടെ ജിന്നുകളൊരു കേന്ദ്രമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ജിന്നാണ് നിങ്ങളെ മോളെ കൊണ്ടുപോയത്. അവിടെ പോയി പറഞ്ഞാൽ മതി. ജിന്നിന്റെ തലവനോട് പറയാ, ഞാൻ ഷെയ്ഖ് ജീലാനിന്റെ അടുത്ത് നിന്നാ വരുന്നത്, എൻ്റെ മോളെ നിങ്ങളെ ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, തിരിച്ചു തരാൻ വേണ്ടി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾ നോക്ക്, ആ മകളെ അവിടെ കൊണ്ടുപോയതെന്ന് എന്തെങ്കിലും കണക്ക് നോക്കി പറഞ്ഞതല്ല. അല്ലാഹു തആല അവരെ മനസ്സിൽ നൽകുന്ന ഇൽമിന്റെ ആഴമാണ്. കാരണം അവരെ മനസ്സും അവരെ ശരീരവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഴുകിയപ്പോൾ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ കറക്റ്റ് അറിയും അവർക്ക് എവിടെയാ ഉള്ളത്. ആ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ മകളെ ജിന്ന് കൊണ്ടുപോയതാണ്. അദ്ദേഹം മല കയറി. വലിയ ജിന്നുകളെ ഒരു കൂട്ടം ആളുകൾ. സഹോദരങ്ങളെ, ജിന്നിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിയില്ല. ജിന്നിനെ പല രൂപത്തിലും ഭാവത്തിലും കാണും. മലക്കിനെയും മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിയില്ല. അത് രണ്ടിനെയും യഥാർത്ഥ രൂപത്തിൽ കാണുന്നവർ അമ്പിയാക്കൾ മാത്രമാണ്. ഔലിയാക്കൾക്ക് പോലും യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാൾ ജിന്നിനെ യഥാർത്ഥ രൂപത്തിൽ ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളെ ശിക്ഷിക്കണം. കാരണം ആ പറഞ്ഞത് ശരിയല്ല. യഥാർത്ഥ രൂപത്തിൽ കാണൂല, മറ്റു പല രൂപഭാവങ്ങളിലും കാണും. മലക്കുകളെയും അങ്ങനെ കാണും. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മലക്ക് വന്നത് എങ്ങനെയാണ്? ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, നല്ലൊരു മനുഷ്യരൂപത്തിലാ വന്നത്. വെള്ള വസ്ത്രം ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച് നല്ല താടിയും മീശയൊക്കെ ഉള്ള രൂപത്തില് ഒരു വൃത്തിയുള്ള മനുഷ്യന്റെ ആകൃതിയിലാണ് മലക്ക് വന്നത്. ആ രൂപം കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഒറ്റക്ക് താമസിക്കുന്നിടത്ത് എവിടുന്നാ ഒരാണ് വന്ന് പെട്ടത്? കാണാൻ നല്ല ചൊറുക്കുള്ളൊരു പുരുഷൻ. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ, അല്പം തഖ്വയുള്ള ആളാണെങ്കിൽ ഒന്ന് മാറി നിൽക്കണേ, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഞാനൊരു പെണ്ണ് ഒറ്റക്കാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിങ്ങളെ റബ്ബിന്റെ ദൂതനാണ്. റബ്ബ് പറഞ്ഞയച്ച മലക്കാണ് ഞാൻ. നിങ്ങൾക്ക് സന്തോഷം പകർത്തി തരാൻ വേണ്ടി, സന്തോഷം തരാൻ വേണ്ടി, സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ അയച്ചതാണ്. ഇരിക്കട്ടെ, ഈ മനുഷ്യൻ മലയുടെ മുകളിൽ കയറിയപ്പോ വ്യത്യസ്ത രൂപത്തിൽ ജിന്നുകൾ അവിടെയുണ്ട്. ജിന്നുകളെ നേതാവിനെ അന്വേഷിച്ചിട്ട് നേതാവിനോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരാള് എന്റെ മകളെ കട്ടുകൊണ്ടു വന്നിട്ടുണ്ട്. ഞാൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ അടുത്തുനിന്ന് വരികയാണ്.
ആ മകളെ എനിക്ക് തിരിച്ചു തരണം. ഷെയ്ഖ് ജീലാനി തങ്ങൾ അടുത്തുനിന്ന് വരിക പറഞ്ഞപ്പോഴേക്ക് ജിന്നുകളെ നേതാവ് എണീച്ചു. കാരണം ജിന്നുകൾക്കും അറിയാം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആരാണെന്ന്, മനുഷ്യന്മാർക്ക് മാത്രമൊന്നുമല്ല. എഴുന്നേറ്റിട്ട് വിളിച്ചു പറഞ്ഞു, ആരാണ് ഇദ്ദേഹത്തിന്റെ മകൾ അപഹരിച്ചു കൊണ്ടുവന്നത്, ആരാ? അപ്പൊ ഒരു ജിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആ മോളെങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ശിക്ഷ കൊടുത്തു. കളവ് നടത്തിയതിന് കൈ മുറിച്ചു. കളവ് നടത്താൻ പാടില്ലല്ലോ, അപഹരിച്ചു കൊണ്ടുവന്നതല്ലേ, അതിന് ശിക്ഷ കൊടുത്തു. കാരണം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചത്. പിന്നെ അതിന് മാറ്റമില്ല. അത് ആ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ കഴിവ് നൽകി അനുഗ്രഹിച്ചു. അവരെ ഇബാദത്തും അവരെ തസ്കിയത്തും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു ഒരു ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്ത് നോക്ക് നിങ്ങൾ. ബിദ്അത്തുകാരിത് പറയുമ്പോൾ അവർ കളിയാക്കും. ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സ്ഖലനത്തിന്റെ രോഗാന്ന് പറയും. ഒരു ദിവസം രാത്രി മഹാനവറുകൾ സുന്നത്തസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇശാന്റെ ശേഷമുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. നല്ല തണുപ്പുള്ള രാത്രിയാണ്. ഇരിക്കുന്ന ഇരുത്തത്തിൽ മഹാനവറുകൾക്ക് ജനാബത്തായി കഴിഞ്ഞാൽ ഉടനെ കുളിക്കലാണ് ഏറ്റവും ഉത്തമം. പക്ഷെ നമ്മളൊക്കെ സുബഹിയിലേക്ക് നീട്ടി വെക്കും അല്ലേ? അങ്ങനല്ല വേണ്ടത് ഉടനെ കുളിക്കലാണ്. ആ കിടക്കുന്ന കിടത്തത്തിലാണ് മരിക്കുന്നതെങ്കിൽ മലായിക്കത്തുർ റഹ്മ അടുത്ത് വരൂല. അതുകൊണ്ട് ഉടനെ കുളിക്കലാണ് ഉത്തമം. നിർബന്ധമാകുന്നത് ഓതണമെങ്കിലോ നിസ്കരിക്കണമെങ്കിലോ ആണ്. ആ ടൈമിലാകുമ്പോൾ കുളിച്ചാൽ മതി. പക്ഷെ നല്ലത് ഉടനെ കുളിക്കലാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉടനെ കുളിച്ചു. ഇനി ഫർദ് നിസ്കാരം നിസ്കരിക്കാനല്ല, സുബഹിയല്ലേ ഉള്ളത്. നിസ്കരിക്കാനുള്ള ടൈമാകുമ്പോൾ കുളിച്ചാൽ മതിയല്ലോ. ഉടനെ പോയി കുളിച്ച് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെയും ഇരുന്നപ്പോൾ പിന്നെയും അങ്ങനെ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ രാത്രിയിൽ തന്നെ 40 വട്ടം അങ്ങനെ ജനാബത്തുണ്ടായി. 40 വട്ടം അങ്ങനെ കുളിച്ചു. സത്യത്തിൽ 2 വട്ടം ജനാബത്തുണ്ടായാലും 10 വട്ടം ജനാബത്തുണ്ടായാലും 40 വട്ടം ജനാബത്തുണ്ടായാലും കുളി ഒന്ന് മതി. പക്ഷേ അവരെ സുന്നത്തിനോടുള്ള താല്പര്യം, അഫ്ളലായ രൂപം സ്വീകരിക്കുന്നതിലുള്ള ത്യാഗമനോഭാവം 40 പ്രാവശ്യം ഷെയ്ഖ് ജീലാനി തങ്ങൾ കുളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, 41ാമത്തെ പ്രാവശ്യം ഞാൻ എങ്ങാനും കുളിച്ചിരുന്നുവെങ്കിൽ എൻ്റെ റൂഹ് പിരിഞ്ഞു പോകുമായിരുന്നു. അത്രയും അസഹ്യമായ തണുപ്പാണ്. തണുപ്പ് വകവെക്കാതെയാണ് സഹോദരങ്ങളെ ആ സുന്നത്ത് സ്വീകരിക്കുന്നത്. കാരണം സുന്നത്തിൽ താല്പര്യം കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ തൊഴിലാണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും ആ സുന്നത്ത് നിർവഹിക്കാതെ മുന്നോട്ട് പോകൂല. ഒരു സുന്നത്തെങ്കിലും ഒഴിവാക്കിയാൽ അള്ളാഹു ആഖിറത്തിൽ ചോദിച്ചാലോ എന്ന പേടിയാണ്. അവരെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഖൗഫാണത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഉളു എടുത്ത് പള്ളിയിൽ ജനങ്ങൾ നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ്. ശിബിലി ഇമാം തങ്ങൾ ഉളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പരിഭ്രമിക്കുകയാണ്. കാരണം സാധാരണ മിസ്വാക്ക് ചെയ്യാതെ ഉളു എടുക്കാറില്ല. മിസ്വാക്ക് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. സാധാരണ വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും മിസ്വാക്ക് കാണുന്നില്ല. ശിബിലി ഇമാം തങ്ങൾ ഒരാളെ വിളിച്ചിട്ട് കുറച്ച് ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, മിസ്വാക്ക് വാങ്ങിക്കൊണ്ടുവാ. കാരണം ജീവിതത്തിൽ ഒരു ഉളുവും മിസ്വാക്ക് ചെയ്യാതെ എടുത്തിട്ടില്ല. അല്ലേ? നമ്മളെ കൂട്ടത്തിൽ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചില ആളുകളൊക്കെ മിസ്വാക്ക് ചെയ്തങ്ങ് ഉറങ്ങും. അത് അപ്പുറത്തൊരാൾ കിടക്കുന്നതുകൊണ്ടാണ്. മിസ്വാക്ക് മാത്രം ചെയ്താൽ പോരാ, മിസ്വാക്കോട് കൂടെയുള്ള ഉളു ചെയ്യണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. മിസ്വാക്കോട് കൂടെയുള്ള ഉളു ചെയ്തിട്ടല്ലാതെ ഒരൊറ്റ ദിവസവും തങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. കുളിക്കുന്നതിന്റെ മുമ്പ് എന്നും ഉളു എടുത്തിട്ടല്ലാതെ തങ്ങൾ കുളിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാണ്, കുളിച്ചിട്ടാണ് പിന്നെ ഉളു എടുക്കുന്നത്. കുളി മുമ്പാണ്, ശേഷമല്ല. ആദ്യമാണ് കുളിക്കേണ്ടത്. അതാണ് സുന്നത്ത്, അതാണ് സ്വീകരിക്കേണ്ട ശൈലിയും. നല്ല കാമിലായ ഒരു ഉളു എടുക്കുക, മിസ്വാക്കൊക്കെ ചെയ്ത് ദിക്റൊക്കെ ചൊല്ലി സുന്നത്തുകളൊക്കെ പൂർത്തിയാക്കി കറാഹത്തുകളൊക്കെ ഒഴിവാക്കി നല്ലൊരു ഉളു. കിടക്കുന്ന നേരത്ത് ഉളു എടുക്കണം. ആ ഉളുവിന് വലിയ പരിശുദ്ധിയുണ്ട്. ആ ഉളുവുമായിട്ട് ആണും പെണ്ണും ഇണചേരുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. അതിലുണ്ടായിത്തീരുന്ന കുഞ്ഞുങ്ങൾക്കും പ്രത്യേക സ്വലാഹിയത്തുണ്ട്, നന്മയുണ്ട്, പക്വതയുണ്ട്, സന്മാർഗമുണ്ട്. അതൊന്നും വെറുതെ അല്ല. അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 പ്രാവശ്യം കുളിക്കുകയാണ്. കാരണം ഒരു സുന്നത്തിനും നേരം വൈകിക്കൂടാ.
അതേ സമയത്ത് തന്നെ അത് നിർവഹിക്കണമെന്നാണ് മഹാനവറുകൾ കരുതിയത്. ഇത്രത്തോളം സുന്നത്തിനെ പരിഗണിച്ച് ജീവിച്ച മഹാൻ, സാമൂഹ്യ രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ ശരിയായ ജനങ്ങൾക്ക് മാർഗദർശനം നൽകിയ മഹാൻ, ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ സന്തോഷം ഇൽമു ജനങ്ങൾക്ക് പകർത്തിക്കൊടുത്ത് ആ ഇൽമിലായി ജനങ്ങളെ മുന്നോട്ട് നയിച്ച് ഓരോ പ്രദേശങ്ങളിലും ചെന്ന് വഅള് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ സംസ്കരിച്ച് സുബ്ഹാനല്ലാഹ് എതിരാളികളായി മുന്നിൽ വരുന്ന ആളുകൾക്ക് ആ എതിർപ്പ് തീർത്തു കൊടുക്കുന്ന രീതിയിൽ വലിയ ബഹുമാനമാണ് അള്ളാഹു അവർക്ക് നൽകിയത്. കണ്ടില്ലേ, അന്നത്തെ കാലത്തെ പിഴച്ച പ്രസ്ഥാനക്കാരാണ് റാഫിളത്ത്. റാഫിളത്തിൽപ്പെട്ട ചില ആളുകൾ 2 കൊട്ടയിലാക്കി 2 കുട്ടികളെ കൊണ്ടുവന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഈ കുട്ടികളുടെ അസുഖം എന്താണോ അത് മാറ്റിക്കൊടുക്കണം. ഷെയ്ഖ് ജീലാനി തങ്ങളോടാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൊട്ടയിലെ കുട്ടി എഴുന്നേറ്റങ്ങ് നടക്കട്ടെ. അതിന് കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, തളർവാദം പിടിച്ച് 2 കാലും തളർന്നു പോയതാണ്, അതങ്ങ് നടക്കട്ടെ. മറ്റേ കൊട്ടയിലെ കുട്ടി ഒരു കേടുമില്ലാത്ത കുട്ടിയാണ്, ആ കുട്ടി ഇനി നടക്കണ്ട. പരീക്ഷണത്തിനല്ലേ അവർ കൊണ്ടുവന്നത്, അതിനാണ് ആ മറുപടി. എതിർപ്പിന്റെ ശൈലിയിലാണെങ്കിൽ അതാണ് അവരുടെ മറുപടി. അള്ളാഹുവിന്റെ ഔലിയാക്കളെ എതിർക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലുള്ള ഏറ്റവും ഉറച്ച വിശ്വാസമാണത്. ഔലിയാക്കൾ അംഗീകരിക്കണം. ഔലിയാക്കളെ അംഗീകരിക്കേണ്ടതില്ലെങ്കിൽ പിന്നെ ഖുർആനിൽ എന്തിന് ഔലിയാക്കളെ ചരിത്രം പറഞ്ഞു? അസ്ഹാബുൽ കഹഫ് ലോകത്ത് വലിയ ഔലിയാക്കളല്ലേ? അവരെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാണ്, അവരെ മാർഗം സ്വീകരിക്കാനാണ്. എത്ര എത്ര ഔലിയാക്കളെ ചരിത്രം പറഞ്ഞു. ദുൽഖർനൈൻ രാജാവ് വലിയൊരു വലിയാണ്, രാജാവുമാണ്, വലിയ വലിയാണ്. അവരെ ചരിത്രം പഠിപ്പിച്ചു തന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിപ്പിച്ചു തന്നു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ ഔലിയാക്കളാണ്. ഔലിയാക്കളെ അംഗീകരിക്കണം, എതിർക്കാൻ പാടില്ല. എതിർത്താൽ വലിയ ശിക്ഷയാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ ഇഷ്ടദാസനായ ഒരു വലിയനെ ആരെങ്കിലും ശത്രുത വെച്ച് എതിർത്താൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുദ്സിയായ ഹദീസിലൂടെ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. എന്താ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ? ഖുർആനിലൂടെ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും അള്ളാഹിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്നും അവർക്ക് ശത്രുതയുണ്ട്, അവർക്ക് എതിർപ്പുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കണം. ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട് അള്ളാഹും അള്ളാഹിന്റെ റസൂലും എതിർപ്പിലാണ്. എന്താണ് ഈ എതിർപ്പ് കൊണ്ട് ഉദ്ദേശം? അവര് വന്ന് വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന അല്ലല്ല. 2 വിഷയത്തിനും ഒരേ ലക്ഷ്യമുണ്ട്. ബക്കറ്റ് നല്ല പിരിവ്, നല്ല സംഭാവന കൊടുക്കും, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നല്ല സ്വതക്ക കൊടുക്കും. സമയം പരിമിതമായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ചുകൂടി പറയട്ടെ. എൻ്റെ തന്നെ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ എതിർക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നതിന്റെ അർത്ഥം യമൂതു അലാ സൂഇൽ ഖാതിമ. അന്ത്യം ദുരന്തമായവർ മരിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് കേടായി പോകും, അവസാനം ദുഷിച്ചു പോകും, ഈമാനിൽ നിന്ന് വേർപിരിഞ്ഞു പോകും. സഹോദരങ്ങളെ, കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഔലിയാക്കൾ. അവരോട് ആരെങ്കിലും എതിർത്താൽ ആ മനുഷ്യന്റെ എതിരാളി അള്ളാഹുവാണ്. അള്ളാഹുവാണ് അവന്റെ എതിരാളി. പിന്നെ അവൻ എങ്ങനെ നന്നായി പോകാനാണ്? മഹാന്മാരെ എതിർക്കുന്നവർക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്? അവരെത്ര വലിയ ഇൽമുള്ള ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവർകൾ ബഗ്ദാദിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങളൊക്കെ പറയുന്നു, ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയൊരു ഷെയ്ഖ് വന്നിട്ടുണ്ട്, ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു. അവരെ ഒന്ന് കാണാൻ പോകാന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ കരുതി. കൂടെ 2 കൂട്ടുകാരും കൂടി. ഒന്ന് ഇബ്നു സഖ എന്ന് പറയുന്ന കൂട്ടുകാരൻ, മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ അബി സുറൂൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ. 3 പേരും കൂടിയിട്ട് ആ ഷെയ്ഖിനെ കാണാൻ പോവുകയാണ്.
ആ ഷെയ്ഖിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്തൊരു പക്ഷേ അവിടെ ഉണ്ടാകില്ല. ഇടക്കിടക്ക് മൂപ്പരെ കാണാതാകും, ഇടക്കിടക്ക് മൂപ്പര് പ്രത്യക്ഷപ്പെടും. എവിടുന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയാൻ കഴിയൂല. വലിയ ബഹുമാനമുള്ള മഹാനാണ്. പോകുന്ന വഴിയിൽ വെച്ച് ഇബ്നു സഖ എന്ന് പറയുന്ന വലിയ ഖണ്ഡന മണ്ഡനങ്ങൾക്ക് കഴിവുള്ള വ്യക്തിയാണ്. ഖുർആൻ മുഴുവനും ഹാഫിളാക്കിയ ആളാണ്. ഇബ്നു സഖയാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രോജ്വല താരം. നല്ല വാഗ്മിയാണ്. വാക്ചാരുതയോടുകൂടി ആ മനുഷ്യനൊന്ന് പ്രസംഗിച്ചാൽ കേൾക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഒരുമിച്ച് കൂടും. ഇബ്നു സഖ പറഞ്ഞു, ലാ അസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ജവാബഹാ. ഞാൻ ആ ഷെയ്ഖിനെ കാണാൻ പോകുന്നതൊന്ന് പരിശോധിക്കാനാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കും, ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ചോദിക്കും. എന്നിട്ട് ആ ഷെയ്ഖിനെ ഞാനൊന്നിങ്ങനെ വട്ടം കറക്കും. ഇതിനാ പോകുന്നത്. മറ്റേയാള് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ അബീ സുറൂൻ പറഞ്ഞു, ഒരു ചോദ്യം ഞാനും ചോദിക്കും, എന്നിട്ട് എന്താ ഉത്തരം പറയുന്നത് ഞാനൊന്ന് കേൾക്കും. ഷെയ്ഖ് ജിലാനി തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹി അൻ നസ്അലഹു ഷൈആ. ഒന്നും ചോദിക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണണം, കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. അതിനാണ് ഞാൻ പോകുന്നത്. 3 പേരും ആ സ്ഥലത്തെത്തി. എത്തിയപ്പോൾ ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി തങ്ങൾ അവിടെ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഹാനവർകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട ആദ്യം തന്നെ ഇബ്നു സഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വൈഹക് ഇബ്നു സഖ. ഇബ്നു സഖ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇബ്നു സഖ, നിനക്ക് നാശം. ഇന്നി ലഅറാ നാറൽ കുഫ്രി തൽതഹിബു ഫീ വജ്ഹിക. നിന്റെ മുഖത്ത് കുഫ്റിന്റെ തിരിനാളം പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നു. ഭാവിയിൽ നീ കാഫിറായി പോകും, ഈമാനിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു പോകും. നീ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? നിന്റെ ചോദ്യം ഇതല്ലേ? ഉത്തരം ഇതല്ലേ? രണ്ടും അങ്ങ് പറഞ്ഞു കൊടുത്തു. മറ്റേ ആളോട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ അബീ സുറൂനോട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ അബീ സുറൂനോട് പറഞ്ഞു, ലതഖറഅന്ന അലൈക ദുനിയാ. ദുനിയാവ് നിന്റെ മേൽ സ്വാധീനം ചെലുത്തും. നീ വലിയ പണക്കാരനായി മാറും. ദുനിയാവ് നിന്നെ വഴിതെറ്റിക്കും. ഇൽമിന്റെ മേഖലയിൽ നിന്ന് നീ മാറും. പിന്നെ നീ വലിയ സമ്പന്നനാകും. ആ സമ്പത്ത് കൊണ്ട് നീ തകർന്നു പോകും. ഇത് രണ്ടും പറയുമ്പോ ഷെയ്ഖ് ജിലാനി തങ്ങൾ പേടിയോട് അവിടെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവരോട് 2 പേരോടും പ്രതികരിച്ചത് നോക്ക്. ഒന്നും പറയാതെ അവരെ പേര് വിളിച്ചു. സഹോദരങ്ങളെ, ആ പേര് വിളിക്കാനും അവരെ ഐഡന്റിറ്റി അറിയാനും അവരെ ഖൽബിൽ അല്ലാഹു ഇൽമ് ഇട്ടുകൊടുത്തു. എന്താണ് അവർ ചോദിക്കാമെന്ന ചോദ്യം എന്നും ഷെയ്ഖിന് അറിയാം. അതിന്റെ ഉത്തരം എന്താണെന്നും അറിയാം. അങ്ങനെ ഇൽമിൽ വലിയ കഴിവുള്ളവരാണ് ഔലിയാക്കൾ. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിന്. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഇമാം ബുഖാരി തങ്ങളെ മുന്നിൽ വന്ന് ഹദീസുകളൊക്കെ കുഴച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പറഞ്ഞു. എത്ര പേര്? 100 ആൾക്കാർ. 100 ആൾക്കാർ ഓരോരുത്തരും 25 വീതം ഹദീസ് അതിൻ്റെ തല മാറ്റിയിട്ടും അവസാനം തലഭാഗാക്കിയിട്ടും നടുവിലെ ഭാഗം ഇടയിലാക്കിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. ബുഖാരി ഇമാം റളിയല്ലാഹു ഇതൊക്കെ കേട്ടു. 100 പേരുടെയും ഹദീസ് കേട്ടിട്ട് പറഞ്ഞു, ഒന്നാമത്തെ ആള് പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ശരിക്ക് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ആളെ ഹദീസ് ഇങ്ങനെയാണ്, ആ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നാണ് വേറെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരുടെയും ഹദീസുകൾ വേർതിരിച്ച് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് പണ്ഡിതന്മാർ മുഴുവൻ ഇമാം ബുഖാരി തങ്ങളെ മുന്നിൽ മുട്ടുകുത്തിയത്. കാരണം ഇത് ചെറിയൊരു ഇൽമൊന്നല്ല. 10 ആള് വന്ന് നമ്മളോട് 10 കാര്യം പറഞ്ഞാൽ തന്നെ നമ്മൾ പിന്നെയും ചോദിക്കും, എന്താ പറഞ്ഞ് അല്ലേ? രാവിലെ നമ്മളോട് വിളിച്ചിട്ടൊന്നുമല്ല. അപ്പൊ ആളെ കണ്ടപാടെ തന്നെ ചോദ്യം ഉത്തരമൊക്കെ പറഞ്ഞു. ഷെയ്ഖ് ജീലാനി തങ്ങളെന്ന് പറയുന്ന മുതഅല്ലിമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്നി ലഅറാക ബി ബഗ്ദാദ്. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ബഗ്ദാദിൽ നടക്കുന്ന ഒരു സംഭവം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്നെപ്പറ്റി ഞാൻ ബഗ്ദാദിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. അന്ന് ബഗ്ദാദിൽ വെച്ച് നിങ്ങൾ പറയും, ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ. ശേഷമുള്ള എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ് എൻ്റെ സ്ഥാനം. ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെട്ടു തരും. അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, അല്ലാഹ് നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. ദ്വാരന്ന് കൊടുത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ പറഞ്ഞയച്ചു.
കുറച്ചു കാലം മുന്നോട്ട് നീങ്ങുമ്പോഴേക്ക് ഇബ്നു സഖയുടെ രൂപം മാറി. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി നല്ല പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണ കലയിൽ മികച്ച താരമായി മാറിയ ഇബ്നു സഖ സംവാദ സ്റ്റേജിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നസ്രാനിയായ ക്രിസ്ത്യാനിയായ രാജാവിന്റെ മകള് ഇബ്നു സഖയുടെ മുന്നിലേക്ക് അർദ്ധനഗ്നയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇബ്നു സഖ ആ പെണ്ണിന്റെ ആകൃതിയിൽ ആകൃഷ്ടനായി. എനിക്ക് ആ പെണ്ണിനെ വിവാഹം ചെയ്യണം. പിന്നെ പറച്ചിൽ അങ്ങനായി, എന്താണ് ഉസ്താദേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ, ആ പെണ്ണിന്റെ മതവും നിങ്ങളെ മതവും രണ്ട് മതമല്ലേ, എന്താ നിങ്ങൾ പറയുന്നത്, എന്ത് പറഞ്ഞാലും എനിക്ക് ആ പെൺകുട്ടിയെ കിട്ടണം. ഇതാണ് ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി തങ്ങൾ പറഞ്ഞത്. നിന്റെ മുഖത്ത് കുഫറിന്റെ നാളം ഇങ്ങനെ ജ്വലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പിന്നീട് നീ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകും. നിർബന്ധം പറഞ്ഞ് ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം, എന്നാലേ കെട്ടിച്ചു തരൂ. ഇബ്നു സഖ ക്രിസ്ത്യാനിയായി. കുറച്ചു കാലം അവിടെ താമസിക്കുമ്പോ ഇബ്നു സഖയുടെ ശരീരത്തിൽ ആ സകലം രോഗങ്ങൾ വന്നു. വ്രണങ്ങൾ വന്ന് തൊലിയിൽ നിന്ന് രക്തവും ചലവും ഇങ്ങനെ പോരുന്നു. ഓരോ ഭാഗവും പറഞ്ഞു പോരുകയാണ്. രാജാവിന്റെ കുടുംബത്തിൽ നിന്ന് ഇബ്നു സഖയെ പുറത്താക്കുകയും ജനങ്ങളൊക്കെ പോകുമ്പോ വടിയോരത്ത് ഒരു ചാലിൽ കിടക്കുന്ന ഇബ്നു സഖ ആളുകളോട് പറയുന്നു, അള്ളാഹു എനിക്ക് വലിയ പരീക്ഷണമാണ് തന്നത്. ഇബ്നു സഖ, നിങ്ങൾ പഠിച്ച ഖുർആനിക സൂക്തങ്ങളിൽ നിന്ന് വല്ലതും ഓർമ്മയുണ്ടോ? ഇബ്നു സഖ പറയുന്നു, ഒരൊറ്റ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. നാളെ ആഖിറത്തിലെത്തിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന കാഫിറുകളും നിഷേധികളും പറയും, ലൗ കാനൂ മുസ്ലിമീൻ, ദുനിയാവിൽ വെച്ച് മുസ്ലിങ്ങളായി ജീവിച്ചു വന്നിരുന്നെങ്കിൽ നല്ലോണം മുസ്ലിങ്ങൾ പോകും പോലെ രക്ഷപ്പെടാമായിരുന്നു, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാമായിരുന്നു, സിറാത്ത് വിട്ടുകിടന്ന് സ്വർഗത്തിലെത്താമായിരുന്നു, വലിയ വലിയ സന്തോഷങ്ങൾ ലഭിക്കുമായിരുന്നു. മുസ്ലിം ആയില്ലല്ലോ. ഈ ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഇബ്നു സഖക്ക് ഓർമ്മയുള്ളത്. അതേ സമയത്ത് അബ്ദുല്ലാഹിബിൻ അബീ സുറൂൻ എന്ന് പറയുന്ന പണ്ഡിതനോ, അയാള് പഠനം നിർത്തി, അധ്യാപനം നിർത്തിയിട്ട് നേരെ അയാൾ കച്ചവടത്തിന് പോയി. ദുനിയാവ് അയാളെ രൂപഭാവങ്ങൾ മാറ്റി. ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വന്നപ്പോ ദീന് വിട്ടുപോയി. പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തുകളില്ല, വെറും ദുനിയാവിന് വേണ്ടി മാത്രമുള്ള ജീവിതമായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി തങ്ങൾ പറഞ്ഞതാണ്. മൂന്നാമതായി ഷെയ്ഖ് ജീലാനി തങ്ങൾ പഠിക്കുന്ന കാലമല്ലേ, പിന്നീട് 50 വർഷം പഠിച്ച് 33 വർഷം പഠിച്ച് 50ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ജനങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും മഹാനവറുകളുടെ സ്ഥാനങ്ങൾ അംഗീകരിച്ചപ്പോ ബഗ്ദാദിൽ വെച്ച് മഹാനവറുകൾ പറഞ്ഞു, ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ. ബഹുമാനം കൊണ്ട് കിട്ടിയതാണ്. ബഹുമാനിക്കണം ഔലിയാക്കളെ, എതിർക്കാൻ പാടില്ല. എതിർത്താൽ ദീനിന്റെ വിശ്വാസം ഉണ്ടാകൂല, ഈമാൻ ഉണ്ടാകൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഔലിയാക്കളെ മുഴുവനും എതിർക്കുക അത് ചിലരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ അങ്ങനല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ ഔലിയാക്കൾ അംഗീകരിക്കുന്നവരാണ്. കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഹിജ്റ 471 ജനിച്ച മഹാൻ. 6-ാം നൂറ്റാണ്ടിലെ വലിയ പരിഷ്കർത്താവാണ്. ദീനിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അല്ലാഹു തആല വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ മഹാൻ. പരിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഖിദ്മത്ത് ചെയ്യണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സമയം പരിമിതമാണ്. ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് വന്നാൽ അല്പം മദ്ഹ് ചൊല്ലി ദ്വാരക്കാം. നിങ്ങളിങ്ങനെ ഇരിക്കണ ഇരുത്തം കണ്ടാൽ 12 മണി വരെ വാല് പറയും. പക്ഷെ ബസ് വേറെ ഇല്ലാത്തത് കൊണ്ട്, പോകേണ്ടതുള്ളത് കൊണ്ടുമാണ് 3 മണിക്കൂർ ട്രെയിന് ലേറ്റായിപ്പോയി. നമ്മളെ കുറ്റമല്ല, ട്രെയിനിൻ്റെ കുറ്റമല്ല, അങ്ങനെ ആയിപ്പോയതാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നാളെ ബഹുമാനപ്പെട്ട PMS തങ്ങൾ വന്ന് ദുആ ചെയ്യുന്ന സമാപന സദസ്സാണ്. മുൻ വർഷങ്ങളിലെ പോലെ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ മഴയെന്നു അല്ലേ?
നല്ല മഴ. ആ മഴത്തും ആൾക്കാർ കുറഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാരെ ഇഖ്ലാസും ആവേശമാണ്. അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.